ഇതാ സഫറാത്തിലെ ഏത് പാർക്ക്, അടിപൊളി പാർക്കാണ് കേട്ടോ. ഫാമിലികൾക്കൊക്കെ നല്ല അടിപൊളി പാർക്ക്. സഫറാത്തിലെ പാർക്കാണ്, എംബസികളുള്ള സ്ഥലം. ഓക്കെ, ചെടികളൊക്കെ നല്ല വൃത്തിയിൽ കട്ടിങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വളരെ വിശാലമായ ഒരു പാർക്കാണ് കേട്ടോ. എല്ലാ ഭാഗവും വീഡിയോ എത്തിക്കാൻ പറ്റുമോ എന്നറിയില്ല. എന്തായാലും വന്നവർക്ക് നല്ല ആസ്വദിക്കാറുണ്ട്. ഉച്ചസമയത്താണെങ്കിലും നല്ല ചൂടൊന്നുമില്ലാതെ മരങ്ങൾ നിറഞ്ഞു നിൽക്കുന്നതുകൊണ്ട് നല്ല അതിഗംഭീരമായ വിശാലമായ നല്ല ഭംഗിയുള്ള ഒരു പാർക്കാണ്. ഒരുപാട് വലിയ വലിയ കല്ലുകളെ കൊണ്ട് വെച്ച് മനോഹരമാക്കി സ്ഥലം കണ്ടില്ലേ. അതുപോലെ തന്നെ മരങ്ങളും, ഇഷ്ടംപോലെ മരങ്ങളുണ്ട്. നല്ല മരങ്ങളുണ്ട് കേട്ടോ, ഇഷ്ടംപോലെ. അത് ചെറിയ മരങ്ങളല്ല, വലിയ വലിയ മരങ്ങളാണുള്ളത്. അതുപോലെ തന്നെ കുട്ടികൾക്ക് കളിക്കാൻ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. ഇവിടെ സഫറാത്തിൻ്റെ ഉള്ളായതുകൊണ്ട് ജനങ്ങളും കുറവാണ്. പക്ഷേ വൈകുന്നേരത്തിൽ കുറച്ച് ജനങ്ങളുണ്ടാവുമെന്നറിയില്ല. ഇപ്പം തീരെ ജനങ്ങളില്ല. വൈകുന്നേരം ആകുമ്പോൾ ഈ സഫറാത്തിൻ്റെ ഉള്ളിൽ ഒരുപാട് ആൾക്കാർ താമസിക്കുന്നുണ്ട്. അവരൊക്കെ ഇരുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ നല്ല ഭംഗിയിൽ ചുറ്റുഭാഗം ഒരുപാട് വിശാലമായ നിലക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കളിക്കാനുള്ള സ്ഥലം ഒക്കെ ഉണ്ട്. വ്യത്യസ്തമായ മരങ്ങളാണ് കേട്ടോ. സീറ്റുകൾ, വ്യത്യസ്തമായ മരങ്ങൾ, കളിക്കാനുള്ള വ്യത്യസ്തമായ സാധനങ്ങൾ. ഇവിടെ ഒരു കോർട്ടൺ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, കളിക്കാനുള്ള പ്ലേസ് ഉണ്ടാ. കുട്ടികൾക്ക് ഫുട്ബോളോ വോളിബോളോ ഒക്കെ കളിക്കാൻ പറ്റും. പിന്നെ ചെറിയ കുട്ടികൾക്കൊക്കെ കളിക്കാനും ആസ്വദിക്കാൻ നല്ല സ്ഥലമാണ്. വൈകുന്നേരങ്ങളിൽ ഇത്തരത്തിലുള്ള സ്ഥലങ്ങൾക്കൊക്കെ വന്ന കുട്ടികൾക്ക്, ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്ന കുട്ടികൾക്ക് വലിയ ഒരു എൻ്റർടൈൻമെൻ്റ് ആവും. ഒക്കെ അടിപൊളി സ്ഥലങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. കണ്ടോ, കുറേ കളിക്കാനുള്ള സ്ഥലങ്ങൾ കുറേ ഉണ്ട് കേട്ടോ. കാലിയാണ് കണ്ടോ. ചെറിയ കുട്ടികളാണെങ്കിൽ ആർക്കും കളിക്കാൻ പറ്റും ആ രൂപത്തിൽ. വലിയവർക്ക് വേണമെങ്കിൽ ഊഞ്ഞാലിൽ ആടും ചെയ്യാം. ഇങ്ങനെ ഊഞ്ഞാലിൽ ഇരുന്ന് ആടും ചെയ്യാം, ഉണ്ടല്ലേ. പിന്നെ ഇവിടെ ഒരു വലിയൊരു ടാങ്ക് കാണുന്നുണ്ട് കേട്ടോ. വെള്ളത്തിൻ്റെതാണോ മറ്റൊന്നും അറിയില്ല. അറിയുന്ന ആൾക്കാർ കമൻറ്റ് ചെയ്യാം. പിന്നെ ഇങ്ങനെ നടക്കാനും ഫുട്പാത്തുണ്ട്, ഇതിൻ്റെ ഇടയിലൂടെ നടന്നുകൊണ്ട് പോകാൻ പറ്റും. പണിക്കാറുണ്ട്. ഓക്കെ, ചെടികളൊക്കെ കണ്ടില്ലേ, ഭംഗിയായ വ്യത്യസ്തമായ ചെടികൾ.
ഇവിടെ ബാത്റൂം സൗകര്യങ്ങളുണ്ട്. കണ്ടോ, ഗേറ്റൊക്കെ മനോഹരമാക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത്. വലിയ വലിയ കല്ലുകളൊക്കെ മേലെ ഇങ്ങനെ വെച്ചിട്ടുണ്ടോ, കല്ലുകളിങ്ങനെ വെച്ച് മനോഹരമാക്കിയിട്ടുണ്ട്. കണ്ടോ, കല്ലുകൾ അട്ടിക്കെട്ടിക്കായിട്ട് വെച്ചു. ഇടയ്ക്കാണ് കല്ലുകൾ വെക്കുകയും അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു ഇരിക്കാൻ സ്പേസും നടുവിൽ ചെടികളും ഒക്കെ ഭംഗിയായിട്ട് മരങ്ങളൊക്കെയാണ്. ഏതെങ്കിലും ഒരു മൂലയ്ക്ക് ഇങ്ങനെ ഒരു സീറ്റ് ഉണ്ടാവും ഇരിക്കാൻ പറ്റിയ. രണ്ട് ടാങ്ക് ഇവിടെ കാണുന്നുണ്ട് കേട്ടോ. വലിയ ടാങ്കാണ്. മരത്തിൻ്റെ അടിയിലൂടെ ഉള്ള വീടിയാണ്. മരത്തിൻ്റെ മേലൊക്കെയുണ്ട് ടാങ്ക്. കണ്ടോ, പക്ഷികളുടെ സൗണ്ടും ഒക്കെ കേൾക്കാൻ നല്ല ഭംഗിയാണ്. പക്ഷികൾ ഇഷ്ടംപോലെ ഉണ്ട്. കണ്ടോ, പക്ഷികളൊക്കെ ഉണ്ട് ഇഷ്ടംപോലെ. അതിൻ്റെ സൗണ്ടും കേട്ട് ഇങ്ങനെ നടക്കാൻ നല്ല ഭംഗി. ഇവിടെ ഒരു വെള്ളം ഒഴുകുന്ന മാതിരി ആക്കിയിട്ടുണ്ട്. പക്ഷെ അത് വെള്ളം ഇപ്പോൾ ഒഴുകുന്നില്ല. ഇതൊരു കേന്ദ്രം പോലെ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. റൗണ്ടിലും ഇങ്ങനെ ഓരോ കോർട്ട് മാതിരി ചുറ്റുമുണ്ട്. അതിന് ചുറ്റും നടക്കാൻ പറ്റും. ഓക്കെ, ഇവിടെ വേറെ ടൈപ്പിൽ കണ്ടോ, കല്ലാണത് നടുവിൽ. ഇവിടെ വിശാലമായിട്ടുണ്ട്. എല്ലാ ഭാഗത്തും ഞാൻ എത്തിയിട്ടില്ല. ചില ഭാഗങ്ങൾ മാത്രമേ ഞാൻ എത്തിയിട്ടുള്ളൂ. ഉച്ചനേരമാണ് ഞാനിവിടെ എത്തിയിട്ടുള്ളത്. അതുകൊണ്ടായിരിക്കും ഇവിടെ ആളൊന്നും കാണാത്തത്. കുറഞ്ഞ ആൾക്കാർ അവിടെ ഇവിടെ ഒക്കെ ആയിട്ടുണ്ട്. വിശാലമായ സ്ഥലമായതുകൊണ്ട് മനസ്സിലാവുന്നില്ല. ഉണ്ട്. എന്തായാലും നടക്കാനൊക്കെ നല്ല സ്ഥലം. പൊതുവെ ഇവിടെ സൗദി അറേബ്യ ഞാൻ കണ്ടത് പൂക്കുന്ന ചെടികളല്ല വെക്കുക, പൂവുണ്ടാകുന്ന മരങ്ങളാണ് വെക്കുക. അപ്പോൾ ഇഷ്ടംപോലെ പൂവുണ്ടാവും, കാണും ചെയ്യും, ഭംഗിയുണ്ടാവും ചെയ്യും. പൂക്കാലമാണിപ്പോൾ. പൂവൊക്കെ കണ്ടോ ഇട്ടിക്കണ, പൂ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. പൂവുണ്ടാകുന്ന ഒരു സമയമാണിത്. ഓക്കെ, കണ്ടോ, കല്ലുകളൊക്കെ ഒരു കല്ലിൻ്റെ മേലെ കയറ്റി വെച്ചിട്ടൊക്കെ കാണുന്നില്ലേ. വലിയ വലിയ കല്ലുകളാണ്. വീഡിയോയിൽ നോക്കുമ്പോൾ അതിൻ്റെ വലുപ്പം മനസ്സിലാവുന്നത് എന്നെക്കാട്ടും എത്ര ഉയരമുള്ള കല്ലുകളാണിത്. കണ്ടോ, ഓരോ കല്ലൊക്കെ ഇങ്ങനെ മോഡിഫൈ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ, വീഡിയോ ദീർഘമായി പോകണം. പാർക്കിൻ്റെ ഇനിയും പല ഭാഗങ്ങളെത്തിയിട്ടില്ല. അവിടെയൊക്കെ കണ്ടോ പൂക്കുന്ന മരങ്ങൾ. ഇവിടെ ഇത് കല്ലല്ല, ഇത് ലോഹാണ്. വെള്ളം ഒഴുകുന്നതായിരിക്കും. ഇപ്പോൾ സ്റ്റോപ്പിലാക്കണം. കണ്ടോ, അവിടെ പൂക്കണ ഒരു സ്ഥലം. കാണാൻ നല്ല ഭംഗിയുണ്ട്. രണ്ട് സ്ഥലത്ത് കൂടി ഇങ്ങനെ
പൂക്കുന്ന മരങ്ങൾ വെച്ചാൽ നല്ല ഭംഗിയുണ്ടാവും. ഇവിടെ ഫുള്ള് കായ്ച്ചിട്ടാണ് നിൽക്കുന്നത്. എൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ നടക്കുമ്പോൾ ഭംഗിയാണ്. ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. രാത്രിയാകുമ്പോൾ വേറൊരു വ്യൂ ആയിരിക്കും. ഓക്കെ. ഇത് റിയാദ് സഫറാത്തിലാണ് ഇത് കേട്ടോ.